സുനിൽ ഐസക്കിലേക്ക് പോകുന്നു. സുനിൽ, ഇന്നലെയാണെന്ന് തോന്നുന്നു എൻശക്തൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. ഇന്നിപ്പോൾ TJ വിനോദും ദീപക് ജോയിയും സതീശനെ പോയി കാണുന്നു. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു അളവുകോലാണല്ലോ എന്താണ് സമൂഹത്തിൽ ഉള്ള ഒരു ചലനം എന്നുള്ളത്. PD സതീശന് വലിയ പിന്തുണയുണ്ട്. സതീശന് വേണ്ടി മുറവിളി കൂട്ടുകയാണ് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിൽ പോലും മലയാളികൾ പോയിട്ട്. എത്ര MLA-മാരുടെ പിന്തുണ ഉണ്ടാകും സതീശന്? ആദ്യം MLA-മാരുടെ പിന്തുണ പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഭൂരിപക്ഷം MLA-മാരും KC വേണുഗോപാലിനൊപ്പം നിൽക്കാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരായിരുന്നു ഭൂരിപക്ഷവും സ്ഥാനാർത്ഥികളായി എത്തിയത്. അതിൽ ഭൂരിപക്ഷം ആളുകളും ജയിച്ച് നിയമസഭ MLA സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 63 MLA-മാരാണ് കോൺഗ്രസിനുള്ളത്. അതിൽ 43 പേരുടെ പിന്തുണ KC വേണുഗോപാലിനുണ്ട് എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നത്. അതിനൊപ്പം A വിഭാഗത്തിലെ ഏതാണ്ട് 8ഓളം MLA-മാരുടെ പിന്തുണ ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും KC വേണുഗോപാൽ പക്ഷം അവർ പറയുന്നു. അത്തരത്തിൽ ആകുമ്പോൾ ഏതാണ്ട് 50-ലധികം MLA-മാരുടെ പിന്തുണയുമായി KC വേണുഗോപാൽ തന്നെയായിരിക്കും ഈ നിയമസഭാ കക്ഷിയിലെ ഏറ്റവും ഭൂരിപക്ഷം ഉണ്ടാകുന്ന നേതാവ് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവും വേണ്ട. അത് കൃത്യമായി ഈ നാളെ ഇവിടെ എത്തുന്ന നിരീക്ഷകർക്ക് മുമ്പിൽ അവരുടെ അഭിപ്രായം അവർ പ്രകടിപ്പിക്കാനും സാധ്യതയുണ്ട്. കാരണം പല MLA-മാരോടും വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും അവരെ ചില കമ്മിറ്റ്മെന്റ്സിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ് ഒപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഫണ്ട് റൈസ് ചെയ്തതൊക്കെ KC വേണുഗോപാലാണ്. അതുകൊണ്ട് അത്തരമൊരു ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ KCയെ തള്ളിപ്പറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുന്ന അവസ്ഥയല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി മുകുൾ വാസ്നിക്കും അജീമാക്കനും ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും. അതോടുകൂടി മുഖ്യമന്ത്രി ചർച്ചകളുടെയൊക്കെ കേന്ദ്രമായി തിരുവനന്തപുരം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ന് രാത്രി ഏറെ വൈകും മുമ്പാണ് 2 നിരീക്ഷകരും കേരളത്തിലെത്തുന്നതെങ്കിൽ AK ആന്റണിയും VM സുധീരനും അടക്കമുള്ള തിരുവനന്തപുരത്തുള്ള നേതാക്കളുമായി പ്രാഥമികമായൊരു കൂടിക്കാഴ്ച ഒരുപക്ഷെ നേതാക്കൾ നടത്തിയേക്കും. അല്ലെങ്കിൽ നാളെ ആയിരിക്കും നിരീക്ഷകർ ഈ നേതാക്കളെ കാണുക. K സുധാകരൻ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള ആളുകളോടും തിരുവനന്തപുരത്തേക്ക് എത്താൻ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഡൽഹിയിലുള്ള രമേശ് ചെന്നിത്തല വൈകുന്നേരത്തോടുകൂടി ഇവിടേക്ക് എത്തും. VD സതീശനും വൈകിട്ടോടുകൂടി എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 10:30 കണ്ണൂരിൽ നിന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ മുഴുവൻ നേതാക്കളും തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. എല്ലാ കണ്ണുകളും തിരുവനന്തപുരത്തേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്യും. എന്തായാലും നാളെ നിയമസഭാ കക്ഷി യോഗത്തിൽ ഒരു കോമണായ അഭിപ്രായം ആരായും നിരീക്ഷകർ. അതിനുശേഷം ഓരോ MLA-മാരെയും 63 MLA-മാരെയും വ്യക്തിപരമായി കണ്ട് അവരുടെ അഭിപ്രായം ആരായും. ആ അഭിപ്രായം വ്യക്തിപരമായി തേടുക എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ അവരുടെ അഭിപ്രായം എഴുതി വാങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ഭൂരിപക്ഷം MLA-മാരുടെയും അഭിപ്രായം എന്താണ് എന്നറിഞ്ഞ് അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുക എന്നതാണ് പ്രധാനമായും ഈ നിരീക്ഷകരുടെ ദൗത്യം. അതിനുശേഷം കേന്ദ്ര നേതൃത്വമാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ നമുക്കറിയാം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു മൗനാനുവാദവും പിന്തുണയും KC വേണുഗോപാലിനുണ്ട് എന്നതും അദ്ദേഹത്തിന് അനുകൂലമായ ഘടകമാണ്. പക്ഷേ ഇതൊക്കെയാകുമ്പോഴും നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ ജനവികാരം, ഈ വോട്ട് ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരുടെ ഭൂരിപക്ഷത്തിൻ്റെയും വികാരം VD സതീശൻ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി എത്തണം എന്നതാണ്. അത് നമ്മൾ വലിയ തോതിൽ ഈ ജനവികാരം അല്ലെങ്കിൽ ഇവരുടെ ഒരു ജനങ്ങളുടെ ഒരു അഭിപ്രായം പലയിടങ്ങളിൽ നിന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ VD സതീശന് എറണാകുളത്ത് നൽകിയ സ്വീകരണം നമ്മൾ കണ്ടതാണ്. നേരത്തെ VS അച്യുതാനന്ദനെ ഇങ്ങനെ കൊണ്ടുവരുന്നത് പോലെ അത്രമേൽ വലിയ ആരവത്തോടെ ഒരുപക്ഷെ ഇത്രയും വലിയൊരു ക്രൗഡ് പുള്ളറായ ഒരു ലീഡറായി VD സതീശൻ വളർന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണുന്നത്.